2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന് സകലരും വിശേഷിപ്പിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറെണ്ണി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. വോട്ടിംഗ് യന്ത്രപ്പൂട്ടുകൾ തിങ്കളാഴ്ച കാലത്ത് തുറക്കാനിരിക്കെ മുന്നണികൾക്കിത് കൂട്ടിക്കിഴിക്കലുകളുടെ പിരിമുറുക്കത്തിന്റെ സമയം. വലിയ ആത്മവിശ്വാസമാണ് LDFും UDFും പ്രകടിപ്പിക്കുന്നത്. ജയത്തിൽ കുറഞ്ഞൊന്നും ഉണ്ടാകില്ല എന്ന് PV അൻവറും തീർപ്പ് പറയുന്നു. ഈ നിയമസഭാ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രായോഗികമായി ആലോചിച്ചാൽ ഒരുപക്ഷേ അപ്രസക്തമായൊരു തെരഞ്ഞെടുപ്പ് ആകുമിത്. പക്ഷേ നിലമ്പൂരിലെ വോട്ടർമാർ രാഷ്ട്രീയമായി ചിന്തിച്ചു. കോരിച്ചൊരിയുന്ന മഴയത്ത് വരിനിന്ന് വാശിയോടെ വോട്ട് ചെയ്തു. 75.27% അന്തിമ പോളിംഗ് ശതമാനം. ഭേദപ്പെട്ട ഈ പോളിംഗ് കണക്ക് നിലമ്പൂരിൽ ആരെ തുണക്കും? കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പ് കണക്കുകൾ അപഗ്രഥിച്ച് RDX വിശദമായി പരിശോധിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഇങ്ങനെയാണ്. ഇത്തവണത്തെ പോളിംഗ് ശതമാനം 75.27%. നമുക്കത് കാണാം, വിശദമായി കാണാം. പോളിംഗ് 1987, 2025 ഈ വർഷങ്ങളിലെ ഇത്രയും കാലത്തെ വർഷങ്ങളിലെ പോളിംഗ് ശതമാനം നമുക്ക് പരിശോധിച്ചിട്ട് വരാം. 1987 73.15%. 1991 74.82%. 2001 75.58%. 2006 തെരഞ്ഞെടുപ്പിൽ 80.05%. 2011 77.94%. 2016 78.83%. 2021 78.6%. 2024 74.35%. 2025 ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് 75.27%. എന്ന് വെച്ചാൽ വലിയ 80-ന് മുകളിൽ ശതമാനം വോട്ടുകൾ ചെയ്ത കാലവുമുണ്ട്, അതിൽ കുറഞ്ഞ കാലവുമുണ്ട്. നമ്മളത് കണ്ടു. ഇതിങ്ങനെയാണ്. മറ്റ് ചില കണക്കുകൾ കൂടെ പരിശോധിക്കാവുന്നത് വോട്ട് കണക്കാണ്. വോട്ട് കണക്ക് 2021 PV അൻവർ സ്വതന്ത്രമായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. 2021 81,227 വോട്ടാണ് അദ്ദേഹം നേടിയത്. 47% വോട്ട് അദ്ദേഹം അങ്ങനെ കരസ്ഥമാക്കി. BV പ്രകാശ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 78,527 വോട്ട് നേടി. 45.5% വോട്ടാണ് അദ്ദേഹത്തിന് ശതമാന കണക്കിൽ കിട്ടിയത്. അഡ്വക്കേറ്റ് TK അശോക് കുമാർ ആയിരുന്നു BJP സ്ഥാനാർത്ഥി. 8,595 വോട്ട് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. അത് 5%. ആകെ വോട്ടിൻ്റെ 5%. K ബാബുമണി SDPI സ്ഥാനാർത്ഥി 3,281 വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ നേടി. അത് ആകെ വോട്ടുകളുടെ 1.9%. വോട്ട് കണക്ക് 2016 ഇങ്ങനെയാണ്. PV അൻവർ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. 77,858 വോട്ട് അദ്ദേഹം നേടി. 48.3% അത് ആകെ വോട്ടുകളുടേത്. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ 41.2% വോട്ട് നേടി. അത് ആകെ വോട്ട് 66,354 വോട്ട് ആണ്. BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു BJPയുടെയും NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട്. അദ്ദേഹം 12,284 വോട്ട് നേടി. 7.6% കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർത്തി അദ്ദേഹം. K ബാബുമണി SDPI സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയായിരുന്നു. 4,751 വോട്ടാണ് അദ്ദേഹം നേടിയത്. 3% ആ വോട്ടിൻ്റെ ശതമാനം. തദ്ദേശ ഭരണം നമുക്ക് നോക്കാം. അവിടുത്തെ പഞ്ചായത്തുകളും മറ്റും ആരാണ് ഭരിക്കുന്നതെന്ന്. UDF ഭരണമാണ്. വഴിക്കടവ്, എടക്കര, കരുളായി, ചുങ്കത്തറ പഞ്ചായത്തുകളിലും മൂത്തേടം പഞ്ചായത്തിലും UDF ഭരണമാണ്. LDFിൻ്റെ ഭരണം പരിശോധിച്ചാൽ നിലമ്പൂർ നഗരസഭയിലും അമരമ്പലം പഞ്ചായത്തിലും പോത്തുകല്ല് പഞ്ചായത്തിലും അങ്ങനെ 3 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് LDFിൻ്റെ ഭരണം അവിടെ ഉള്ളത്. 2021 ഇത് എങ്ങനെയായിരുന്നു പഞ്ചായത്തുകളുടെ നില എന്ന് പരിശോധിക്കാം. വഴിക്കടവ് 75.5% പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. PV അൻവർ അവിടെ ആ പഞ്ചായത്തിൽ 13,471 വോട്ടുകൾ നേടി. BV പ്രകാശ് UDF 13,436 വോട്ടുകളാണ്. കുറച്ച് കുറവാണ് അദ്ദേഹത്തിന് നേടാനാകിയത്. ഭൂരിപക്ഷം 35 വോട്ടുകൾ മാത്രമായിരുന്നു ആ പഞ്ചായത്തിൽ. മൂത്തേടത്താണെങ്കിൽ ഇങ്ങനെയാണ്. ആകെ 76.17% പേർ വോട്ട് ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ PV അൻവർ 6,851 വോട്ടുകൾ ആ പഞ്ചായത്തിൽ നേടി. BV പ്രകാശ് 8,654 വോട്ടുകളുടെ വോട്ടാണ് നേടിയത്. ഭൂരിപക്ഷം UDFന് 1,803 വോട്ടുകളായിരുന്നു. എടക്കരയിലാണെങ്കിൽ 74.18% പോളിംഗ് നടന്ന ആ തെരഞ്ഞെടുപ്പിൽ PV അൻവർ 7,788 വോട്ടുകൾ നേടി. BV പ്രകാശ് UDF സ്ഥാനാർത്ഥി 7,885 വോട്ടുകൾ നേടി. ഭൂരിപക്ഷം 97 വോട്ടുകളുടേത് UDFനായിരുന്നു ആ പഞ്ചായത്തിൽ. പോത്തുകല്ല് പഞ്ചായത്താണെങ്കിൽ ഇങ്ങനെയാണ്. 74.94% പേർ വോട്ട് രേഖപ്പെടുത്തിയ ആ പഞ്ചായത്തിൽ PV അൻവർ 8,319 BV പ്രകാശ് 7,813 വോട്ടുകൾ നേടി. ഭൂരിപക്ഷം LDFനാണ്. അവിടെ 506 വോട്ടുകളുടെ ഭൂരിപക്ഷം അവർക്കുണ്ട്. ചുങ്കത്തറ 75.05% പോളിംഗ് നടന്ന തെരഞ്ഞെടുപ്പിൽ PV അൻവർ 10,669 വോട്ടുകൾ നേടി. BV പ്രകാശ് ആണെങ്കിൽ 10,969 വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അവിടെ UDFന് 300 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു.
നിലമ്പൂർ നഗരസഭയിലേത് നമുക്കറിയാം LDF ആണ് ഭരിക്കുന്നത്. 72.80% വോട്ടുകൾ സമാഹരിക്കപ്പെട്ട ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ PV അൻവർ 13,564 വോട്ടുകൾ നേടി. VV പ്രകാശ് 12,051 വോട്ടുകളാണ് നേടിയത്. ഭൂരിപക്ഷം 1,513 വോട്ടുകളുടേത് LDF-ന്. കരുളായിൽ 77.16%, PV അൻവർ 7,605, VV പ്രകാശ് 6,159, ഭൂരിപക്ഷം LDF-ന് 1,446 വോട്ടുകളുടേത്. അമരമ്പലത്ത് 77.07% നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PV അൻവർ 11,238 വോട്ടുകൾ നേടി. VV പ്രകാശ് 9,746 വോട്ടുകളാണ് നേടിയത്. ഭൂരിപക്ഷം 1,492 LDF-ന്. LDF-ന്റെ പ്രതീക്ഷകൾ ഇതാണ്. പോത്തുകല്ല്, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിൽ ലീഡ് ഉറപ്പാണെന്നാണ് LDF ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ. UDF സ്ഥാനാർത്ഥിയോട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിലുള്ള എതിർപ്പ് വോട്ടിൽ പ്രതിഫലിക്കും എന്ന് LDF കണക്ക് കൂട്ടുന്നു. LDF-ന്റെ കണക്കൂട്ടൽ അതുകൂടെയുണ്ട്. അൻവർ നേടുന്ന ഭൂരിഭാഗം വോട്ടുകളും UDF-ൽ നിന്നാകുമെന്നാണ് LDF-ന്റെ വിലയിരുത്തൽ. പാർട്ടി വോട്ടുകൾക്ക് പുറമെ സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവത്തിലൂടെ 2000 വോട്ടെങ്കിലും വരും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. UDF-ന്റെ പ്രതീക്ഷകൾ ഇതാണ്. അമരമ്പലം ഒഴികെയുള്ള 6 പഞ്ചായത്തുകളിലും ലീഡ് നേടാനാകുമെന്നാണ് ഇത്തവണ UDF വിചാരിക്കുന്നത്. വഴിക്കടവ്, മൂത്തേടം, ചുങ്കത്തറ പഞ്ചായത്തുകളിൽ വ്യക്തമായ ലീഡ് പ്രതീക്ഷ UDF-നുണ്ട്. ഭരണവിരുദ്ധ വികാരം, UDF-ലെ ഐക്യം, ലീഗിൻ്റെ പ്രവർത്തനം എന്നിവ വോട്ടുയർത്തും എന്ന് അവർ കണക്ക് കൂട്ടുന്നു. യുവ വോട്ടർമാരെ UDF-ന് അനുകൂലമാക്കാൻ സാധിച്ചുവെന്നും വിലയിരുത്തലുണ്ട് ആര്യാടൻ ഷൗക്കത്ത് പക്ഷത്തിന്. അൻവറിൻ്റെ പ്രതീക്ഷകൾ ഇവയാണ്. സിറ്റിംഗ് MLA എന്ന നിലയിലെ നേട്ടങ്ങളും മണ്ഡലത്തിലെ ജനകീയതയും വോട്ടാകുമെന്നാണ് അൻവർ വിചാരിക്കുന്നത്. വന്യജീവി പ്രശ്നമടക്കം ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയതും വോട്ടായി മാറും എന്ന് അൻവർ കരുതുന്നു. ഇടത് വലത് നിഷേധ വോട്ടുകൾ തന്നിലേക്ക് വരുമെന്നും അൻവർ വിചാരിക്കുന്നു. 58,000 വോട്ടിന് മുകളിൽ നേടാൻ കഴിയുന്നതാണ് കണക്ക് കൂട്ടൽ. അദ്ദേഹം പുറത്തേക്ക് പറയുന്നത് അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ കൈവശമുള്ള വിശദാംശങ്ങൾ. ഇത് ഈ പറയുന്ന വോട്ട് ശതമാനം കഴിഞ്ഞ വർഷങ്ങളിലേത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പഞ്ചായത്ത് വൈസ് വോട്ട് കണക്ക്, അവിടങ്ങളിൽ ആരൊക്കെയാണ്, അവർക്ക് എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഈ 3 മുന്നണികളുടെയും ഇത് വെച്ചുള്ള കണക്കുകൂട്ടൽ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് സംസാരിച്ചാണ്. എന്താ ഹർഷൻ ഒരു ദിവസം കൂടി ആലോചിച്ചപ്പോൾ തോന്നുന്നത്? അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, അതായത് ഇത്രയും സൂക്ഷ്മമായ കണക്കുകളൊക്കെ വരുന്നതിന് മുൻപ് നമ്മൾ വിശകലനം ചെയ്തതിനപ്പുറത്തേക്ക് വലിയ മാറ്റമൊന്നും ഇതുവരെ സംഭവിച്ചില്ല. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഡാറ്റാ ഷീറ്റിന് അപ്പുറത്തേക്ക് അതിനുശേഷം നമ്മൾ ചിലരുമായി ഇപ്പോൾ UDF-ൽ ഒക്കെ ആളുകളുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു കണക്ക് കൂട്ടൽ എന്ന നിലയിലേക്ക് അവർ പോയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് വഴിക്കടവിൽ ഒരു 3,500 വോട്ടിൻ്റെ ലീഡുണ്ടാവും. ഏറ്റവും കൂടുതൽ ലീഡുണ്ടാവുക വഴിക്കടവിലാണ് എന്നാണ് അവർ വിലയിരുത്തുന്നത്. എടക്കരയിൽ ഒരു 1,500 വോട്ടിൻ്റെ ലീഡുണ്ടാവും. പോത്തുകല്ലിൽ 1000 വോട്ടിൻ്റെ എങ്കിലും ലീഡുണ്ടാവും. ചുങ്കത്തറയിൽ 1000 വോട്ടിൻ്റെ ലീഡുണ്ടാവും. നിലമ്പൂർ നഗരസഭയിൽ 1,500 വോട്ടിൻ്റെ ലീഡുണ്ടാവും. മൂത്തേടത്ത് ഒരു 1000 വോട്ടിൻ്റെ ലീഡുണ്ടാവും. എന്ന് വെച്ചാൽ എത്രയാണ്? ഏതാണ്ട് ഒരു 9,000-9,500 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഒരു അന്തിമ കണക്ക് കൂട്ടലിൽ. അതുതന്നെയാണ് നമ്മളും ഇന്നലെ പറഞ്ഞിരുന്നത്. ഏതാണ്ട് 9,000 വോട്ട് വരെയാണ് ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് എന്ന്. ഇനി എല്ലാ അടിയൊഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുമെന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ. 9,000-ന്റെ കണക്കിൽ നിന്നാണ് അവർ 15,000 പുറത്ത് പറയുന്നത്. അതിനിപ്പുറത്ത് ഇപ്പുറത്ത് LDF-ന്റെ ഒരു കണക്കിലേക്ക് വന്നാൽ അതും യാഥാർത്ഥ്യബോധത്തോടെ തന്നെയാണ് ഏതാണ്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരുടെ ഒരു കണക്ക് കൂട്ടലിൽ ഇപ്പോൾ ഒരു പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല അവരുടെ ഒരു കണക്ക് കൂട്ടലിൽ നിന്ന്. പക്ഷേ സ്ഥാനാർത്ഥികൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നുള്ള ഏകദേശ കണക്ക് അവർക്കുണ്ട്. അതായത് ഒരു 10,80,000 വോട്ട്, 75,000 വോട്ടിന് മേൽ പിടിക്കുന്ന ആളുകൾ, ഈ പെർസെൻറ്റേജ് പുതിയ ഈ കണക്ക് 75.27% എന്നുള്ള കണക്ക് വന്നതിന് ശേഷമുള്ള ഒരു വിലയിരുത്തൽ ഏതാണ്ട് 75,000 വോട്ട് പിടിക്കുന്ന ആളായിരിക്കും ജയിക്കുക എന്ന മട്ടിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കണക്കുള്ളത് കൊണ്ട് തന്നെയാണ് അൻവർ ആവർത്തിച്ച് എപ്പോഴും മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത് 75,000 വോട്ട് എനിക്ക് കിട്ടും എന്നുള്ളത്. അതായത് വിജയിക്കും എന്നുള്ളത് സ്ഥാപിക്കണമെങ്കിൽ 75,000 എന്നുള്ള കണക്കിലേക്ക് വരണം. അപ്പോൾ അതിൽ സ്വരാജ് ഏതാണ്ട് 75,000-നും 80,000-നും അടുത്ത് വോട്ട് പിടിക്കുമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ അന്തിമഘട്ടത്തിൽ. അതുപോലെ അതേസമയം ഷൗക്കത്ത് ഏതാണ്ട് 78,000 വരെ വോട്ട് പിടിക്കുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലിലേക്ക് അവിടെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഏതാണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇടതു മുന്നണിയിൽ. അതുപോലെ ഈ BJP വോട്ട് ഒരു പക്ഷേ ഈ മലയോര മേഖലയിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഏതാണ്ട് 8,500 വോട്ട് വരെ BJP പിടിച്ചേക്കാം എന്ന് കരുതുന്നു. അൻവർ അതിനും പിന്നിൽ പോകുമെന്നാണ് ഇടതു മുന്നണിയുടെ കണക്ക് കൂട്ടൽ. ഏതാണ്ട് 5,000-നും 8,000-നും ഇടയ്ക്കുള്ള വോട്ടിലേക്ക് അൻവർ പോകും എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ അവിടെ പ്രാദേശികമായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കേട്ടോ. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് 3,000-നും 5,000-നും ഇടയ്ക്ക് വോട്ടിന് സ്വരാജ് ജയിക്കും എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ കണക്ക്. അതായത്
വലിയ ഭൂരിപക്ഷമൊന്നും അവിടെ പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായും മണ്ഡലത്തിൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് അവർക്കുള്ളത്. പക്ഷേ ഇവിടെ ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 45,000 വോട്ടുകളാണ് വോട്ട് എണ്ണത്തിൽ. ഇത്തവണ ഈ വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും വോട്ട് എണ്ണം വർദ്ധിച്ചു. 2021 താരതമ്യം ചെയ്യുമ്പോഴും ആ പ്രത്യേകതയുണ്ട്. വോട്ട് ശതമാനം കുറഞ്ഞു, പക്ഷേ വോട്ട് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ വോട്ടെണ്ണം അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ 45,000 വോട്ടിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. അതിനൊരു കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ വലിയ ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു കാരണം തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ തന്നെ പോയിട്ടില്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. കാരണം അവിടെ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് എന്നുള്ള തോന്നൽ. ഇതൊക്കെ കൊണ്ട് ധാരാളം ആളുകൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആ ഉറച്ച പൊളിറ്റിക്കൽ വോട്ടുകളല്ലാത്ത ആളുകൾ അവിടെ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ സാഹചര്യം ഇത്തവണ മാറി. ഈ അധികമായി, അതായത് ഈ 45,000 വോട്ട് അധികം പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബഹുഭൂരിപക്ഷവും ഇടതുമുന്നണിക്ക് ഉള്ളതാണ് എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമാണ്, അതിന് തന്നെയാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഈ ഭരണവിരുദ്ധ വികാരം എന്നത് മണ്ഡലത്തിൽ പ്രതിഫലിച്ചിട്ടില്ലെങ്കിൽ അത് മാത്രമാണ് കേട്ടോ. പിന്നെ ഇവരുടെ ഈ കണക്കുകൂട്ടലാണ്, ഇത് ഞാൻ പറഞ്ഞത് LDFിൻ്റെ കണക്കുകൂട്ടലാണ്. UDFിൻ്റെ കണക്കിലാണ് അൻവറിന് കൂടുതൽ വോട്ടുള്ളത്. UDF അൻവറിന് കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് അത് ഇടതുമുന്നണിയുടെ തന്നെ വോട്ട് അവർ പരമാവധി ചോർത്തും എന്നാണ്. അപൂർവ സ്ഥലങ്ങളിൽ അത് ഈ വഴിക്കടവിൽ അവർക്ക് ഭൂരിപക്ഷം ലീഡുണ്ടെങ്കിലും വഴിക്കടവിൽ ഇവർ പ്രതീക്ഷിക്കുന്നത്, UDF പ്രതീക്ഷിക്കുന്നത് വഴിക്കടവിൽ സ്വരാജ് 3ാമതെത്തും അൻവർ 2ാമതെത്തും എന്നൊക്കെയാണ്. അതായത് അങ്ങനെ 2ാമത് അൻവർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അൻവറിന് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. അതായത് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്ന 5,000 വോട്ടുകളുടെ ഒരു കണക്കല്ല. അതിനപ്പുറത്ത് ഒരു 9,000 വോട്ട് വരെയൊക്കെ ഒരുപക്ഷെ അൻവറിന് പോയേക്കാമെന്നാണ് ഇപ്പുറത്ത് കണക്ക് കൂട്ടുന്നവരുള്ളത്. പക്ഷേ അൻവറിൻ്റെ കണക്കിൽ അത് 9,000-ൽ നിന്നും, എനിക്ക് തോന്നുന്നു അൻവറിനൊപ്പം പ്രവർത്തിച്ചവരോടൊക്കെ സംസാരിക്കുമ്പോൾ 9,000-ൽ നിന്ന് അത് ഏതാണ്ട് 15,000-ന് മുകളിലേക്ക് പോയേക്കാം എന്നാണ് കണക്ക്. ഇതെന്ത് സംഭവിക്കാം? ഞാൻ പറയുന്നത് ഈ കണക്കുകൾ വെച്ചുള്ള നമ്മളുടെ വിശകലനത്തിൽ നമുക്ക് 75,000 വോട്ടിന് മേൽ നേടുന്നയാൾ വിജയിക്കും എന്ന് തന്നെ ഏതാണ്ട് ഉറപ്പിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരവും വലിയ അടിയൊഴുക്കുമൊന്നും ഇല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിലേക്കും പോകാൻ പോകുന്നില്ല. ഇരു കൂട്ടർക്കും, അതായത് ഇടതുമുന്നണിക്കും UDFിനും വലിയ തട്ടുകേടില്ലാതെ പറഞ്ഞു നിൽക്കാൻ പാകത്തിനുള്ള ഒരു വിധിയായിരിക്കും വരാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അത് സമഗ്രമായി തന്നെ ഹർഷം പറഞ്ഞുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടത്. എന്ന് മാത്രമല്ല, നമ്മൾ പ്രവചനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞാണല്ലോ, സാധാരണത്തിൽ ഷൗക്കത്ത് ജയിക്കും, അല്ലെങ്കിൽ അത്ഭുതം ഉണ്ടായാൽ സ്വരാജ് ജയിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, എനിക്ക് ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നു, BJPയുടെ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് അല്ലാതെ പോവുകയാണെങ്കിൽ അത് ആ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കൊരു കോൺഗ്രസിനൊരു തിരിച്ചടി കൊടുക്കാം എന്ന മട്ടിൽ സ്വരാജിലേക്ക് വരുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾ, ചില ആളുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് ആ വോട്ട് കൂടെ ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് തോറ്റു എന്ന ദേശീയ ഹെഡ്ലൈനിന് വേണ്ടിയിട്ട് BJP പ്രവർത്തകർ അങ്ങനെ ചെയ്താലോ എന്ന് ചില ആളുകൾ പറഞ്ഞു. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റു ചില ആളുകൾ പറയുന്നത് BJPക്ക് കുറെ കൂടെ സ്വീകാര്യനായ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തായിരിക്കും എന്നാണ് പല കാര്യങ്ങളും. അത് മാത്രമല്ല, അവിടെ മണ്ഡലത്തിൽ ഈ BJPയേക്കാൾ ശക്തം, അതായത് അത് സാമുദായികമായ കണക്കൊക്കെ വെച്ചിട്ടാണ് BDJS വലിയ ശേഷിയും സാധ്യതയുമുള്ള മണ്ഡലമാണ് എന്ന്. കാരണം BDJS മത്സരിച്ചപ്പം വലിയ വോട്ട് നേടാൻ കഴിഞ്ഞതാണ് 2016-ൽ അവർക്ക്. പൊതുവെ കേരളത്തിൽ അവർക്കുണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ ആ സ്വഭാവത്തിൽ തന്നെ, UNDAക്ക് ഉണ്ടായ മുന്നേറ്റത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ വോട്ട് നേടാൻ അവിടെ കഴിഞ്ഞതാണ്. പക്ഷേ പിന്നീട് തിരിച്ചടിയാണ് ഉണ്ടായത്. 2021-ലേക്ക് ഒരു ആ പോക്കറ്റിലെ വോട്ടുകൾ അത് സ്വരാജിന് പോയേക്കുമോ എന്നുള്ള SDPI വോട്ട് സംബന്ധിച്ചു ഇങ്ങനെ ചില കണക്കുകളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വലിയ മെഗാ സംഗതികൾക്കൊപ്പം ഈ ചെറിയ ചെറിയ പോക്കറ്റുകൾ എന്നുള്ള വോട്ടുകൾ കൂടെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിനെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേരും എന്നേ ഉള്ളൂ. മറ്റു കാര്യങ്ങളെല്ലാം സമഗ്രമായിട്ട് വന്നു അതിനകത്ത്. ബാക്കി പിന്നെ എല്ലാവരും കണക്കൂട്ടുന്ന പോലെ കണക്കൂട്ടാന്നേ ഉള്ളൂ. സമീപകാല ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുന്നണികൾക്ക് പുറമെ സ്വതന്ത്രനായ PV അൻവറും നിലമ്പൂരിൽ വിജയപ്രതീക്ഷ പങ്കുവെക്കുകയാണ്. അതായത് LDFിനും UDFിനും വ്യക്തമായ കൃത്യമായ കണക്കുണ്ടെങ്കിലും അൻവർ ഫാക്ടറിൽ അത് പിഴക്കുമോ അതോ തുണയ്ക്കുമോ എന്ന കൺഫ്യൂഷനിലാണ് സകലരും. ഇവിധം വിചിത്രമായൊരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ താരതമ്യേന പുതുമയാണ്. അൻവർ വോട്ട് പിടിക്കുന്നതിനനുസരിച്ചാകും വിജയ സാധ്യതയെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. ഭൂരിപക്ഷം 10,000-ന് മുകളിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും UDFിലും ആശങ്കയും പകപ്പുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വോട്ട് ചെയ്ത നിലമ്പൂരിലെ ജനങ്ങൾ ആരെ തുണക്കും എന്ന തീരുമാനം രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് തുടർഭരണ സാധ്യതക്കോ ഭരണമാറ്റ ചർച്ചകൾക്കോ നാന്ദിയാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.